ഒരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കാമോ? അതിനുവേണ്ടി പാലൊക്കെ വെള്ളത്തിയിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. 2 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി ബട്ടറിനകത്തിട്ട് മൂപ്പിച്ചെടുത്തതും എടുത്തു വെച്ചിട്ടുണ്ടേ. അതിൽ എള്ളെണ്ണ ഒഴിച്ച് ഗോതമ്പ് മാവിട്ട് ഉപ്പും ആവശ്യത്തിനിട്ടതിന് ശേഷം ഈ ചേരുവകളെല്ലാം ഇതിനകത്ത് ചേർക്കുക. പാലക്കും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ആ വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് കുഴയ്ക്കാൻ. ഞാനിത് വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി, അത് നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് വറ്റൽ മുളക് പൊടിച്ചതും ചേർക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇത് ഇത്രയും ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർക്കണം. കുറച്ച് ചിക്കൻ മസാല മതി കേട്ടോ. പിന്നെ ഇത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറിയ ജീരകം ഇല്ലേ, ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കയ്യിൽ അല്പം നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട്. നന്നായിട്ട് ഇതിനെ കുഴച്ച് നല്ലതായിട്ട് ബോൾസായിട്ട് ഉരുട്ടി ബാക്കി വന്നതിൻ്റെ മാവിനെ ഞാൻ എന്ത് ചെയ്തെന്നോ എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അത് പിന്നീട് എടുക്കാമല്ലോ. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചുട്ടെടുക്കുക, നല്ല മുരിച്ചെടുക്കുക. ചുട്ടെടുത്ത് ഞാനിവിടെ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന കറി എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോയും വെളുത്തുള്ളിയും മാത്രം ഇട്ട് ചെയ്യുന്ന ഒരു കറിയാണ്. ചീസൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോഴത്തേക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.